പി.വി. അൻവർ ഉയർത്തുന്ന പ്രശ്നം ഈ സർക്കാരിന് RSSനോട് കണിശമായ സമീപനമില്ല, വിദ്വേഷ പ്രചാരകരോട് കണിശമായ സമീപനമില്ല, RSS ബാന്ധവമുള്ള ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട കസേരകളിൽ വെച്ചിരിക്കുന്നു. അത് പല കാരണങ്ങൾക്കുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് ആക്ഷേപം അദ്ദേഹം ഉന്നയിക്കുന്നു. പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ജയിക്കാനാണ്. പൂരം കലക്കലിൽ സുരേഷ് ആസൂത്രിതമായ പ്രവർത്തനം നടന്നു എന്ന കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊരു വ്യാജ മറയിട്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ അത് പൂർണ്ണമായി നടക്കുന്നില്ല. റവന്യൂ മന്ത്രിക്ക് പോലും ആക്സസ് ഇല്ലാത്ത ഒരാളായി ഇവിടുത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് പൂരം കലങ്ങിയത്, അതിൻ്റെ ഫലമായിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും CPM-ന് പോലും ആൻസർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമായി കിടക്കുകയാണ്. അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നാൽ അതിലെ മറുപടി പറയുക സ്വരാജിനെ കൊണ്ട് എളുപ്പമായിരിക്കില്ല. കാരണം CPM-ന് തന്നെയും ശരിയാവണ്ണം മറുപടി പറയാൻ കഴിയാത്ത ഇഷ്യൂസാണിത്. പൂരം കലക്കലിൽ പ്രതികൾ ആരാണെന്ന് ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്. ദത്താത്രേയ ഹോസ്പിറ്റലിലെ കാണാൻ ADGP M.R. രാജ്കുമാർ പോയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്. കള്ളക്കടത്ത് നടക്കുന്നത് മലബാറിലെ എയർപോർട്ടുകൾ വഴി മാത്രമാണെന്ന ചോദ്യത്തിന് CPM-ന് ഉത്തരവില്ലാത്തതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ശരിക്കും പെട്ടുപോയ CPM-നെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ അൻവർ ഈ പ്രശ്നം ഉയർത്തി രംഗത്ത് വരുമ്പോൾ CPM-ന് പ്രതിരോധമേ ഉണ്ടായിരുന്നില്ല. അത് അവിടെ സ്വരാജിന് ഉത്തരവുണ്ടാവില്ല. അതാണ് പോയിന്റ്. സ്വരാജിന് ഈ സർക്കാർ വികസനത്തിൻ്റെ പുതിയ വഴികൾ തുറക്കുന്നു, പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, റോഡുകൾ ഉണ്ടാക്കുന്നു, ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, നവകേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ രാജ്യത്തിൻ്റെ പരമപ്രധാന വെല്ലുവിളികളൊന്നായ RSSൻ്റെ സാംസ്കാരിക അധിനിവേശത്തോട്, പലതരത്തിലുള്ള അധിനിവേശത്തോട് ഏത് തരത്തിലുള്ള പ്രതിരോധം തീർക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് കഴിയുന്നു? ഒരു ഇടതുപക്ഷ രൂപിയായ സർക്കാരായി പൂർണ്ണാർത്ഥത്തിൽ അതിന് എത്ര നിൽക്കാൻ കഴിയുന്ന പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വന്നാൽ സ്വരാജിനും പൂർണ്ണമായി ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് സ്കിപ്പ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരായിരിക്കും? അപ്പോൾ അൻവറിനെ അങ്ങനെ പൂർണ്ണമായ ആളുകൾ തള്ളിക്കളയുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം അൻവറാണ് ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ സർക്കാരിനോട് ഡിസൻ്റുള്ള ആളുകൾ അൻവറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ P.V. അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു വിദ്വേഷ യൂട്യൂബർക്കെതിരെ നടപടിയെടുക്കുന്നതിനാണ്. കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ വിദ്വേഷ യൂട്യൂബർ. ഇപ്പോൾ പോലും അൻവർ ഒരു പ്രതിഷേധ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നണി പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അങ്ങേയറ്റം വെറുപ്പ് മാത്രം പ്രസരിപ്പിക്കുന്ന ഒരു ഹെയ്റ്റ് ട്യൂബർ. ആ ഹെയ്റ്റ് ട്യൂബർക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു അൻവറിൻ്റെ പരാതികളിലൊന്ന്. അയാളെ പൂട്ടിക്കൊന്നൊക്കെ അൻവർ വെല്ലുവിളിച്ചു, പക്ഷെ നടന്നില്ല. അയാൾ പൂർണ്ണ സംരക്ഷണം P. ശശിയുടെ ആഫീസിൽ നിന്ന് കിട്ടിയെന്നാണ് അൻവർ പറയുന്നത്. ആ കോഴ്സിൽ വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വേറൊരു കാര്യമുണ്ട്. ആ യൂട്യൂബറെ പിന്തുണയ്ക്കുന്നില്ല സ്വീകരിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് V.D. സതീശൻ. V.D. സതീശൻ പറഞ്ഞത് അങ്ങനെ ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നോക്കൂ V.D. സതീശൻ ഉപയോഗിച്ച വാക്കിതാണ്, ഓൺലൈനിലെ വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്ന മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ യൂട്യൂബർ എന്നാണ് നമുക്ക് പരിചയം. V.D. സതീശൻ്റെ സർട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ്: ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഞങ്ങൾ പൂട്ടിക്കുമെന്ന് വെല്ലുവിളിക്കാൻ അൻവർ ആരാണ്? ഇത് വെള്ളരിക്കാപട്ടണമാണെന്നാണ് അന്ന് ചോദിച്ചത്. എന്നും മാത്രമല്ല, ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസിൽ കയറി അവരുടെ ഹാർഡ് ഡിസ്ക് മറ്റും എടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെതിരെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ബഹളം വെച്ചാലാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരൊറ്റ കൺസേൺ ഈ വിദ്വേഷ യൂട്യൂബറുടെ കാര്യത്തിലെടുത്ത സർക്കാർ സ്വീകരിക്കുന്ന പ്രശ്നത്തിൽ ഞാൻ ഒരു കൗണ്ടർ വോട്ട് ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ആൾക്ക് എവിടെ വോട്ട് ചെയ്യാൻ പറ്റും? അയാൾക്ക് അൻവറിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് ഇപ്പുറത്ത് വോട്ട് ചെയ്യാൻ പറ്റുമില്ല. ഏറ്റവും കഴിഞ്ഞ മാസം വരെ ഈ പറയുന്ന V.D. സതീശൻ നടത്തിയിട്ടുള്ള ഔദ്യോഗിക വിരുന്നിൽ ക്ഷണിതാവായി വന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ ഈ സമീപനം എടുത്തും ഈ രണ്ടുപേരുടെ സർക്കാരിൻ്റെ സമീപനം, സതീശൻ്റെ സമീപനം ആർക്ക് വോട്ട് ചെയ്യും? അവിടെ ഒരു സംഗതി പ്രതീക്ഷയായി അൻവറിൻ്റെ മുമ്പിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDF-ലും ഈ ഡിസൻ്റുള്ള ആളുകളുണ്ട്, UDF-നകത്ത് നിൽക്കുമ്പോഴും ഈ പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറയുന്ന RSSൻ്റെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആൾക്കാരോടുള്ള അനുഭാവ സമീപനത്തിനെതിരായി ഒരു വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അൻവറിനെ തേടി വരുമെന്നതാണ് അൻവറിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് അൻവർ വരുത്തേണ്ട ചില ക്ലാരിറ്റി ഉണ്ട്. അൻവറിൻ്റെ പോരാട്ടം ആരോടാണ്? അതായത് RSSന് സഹായം ചെയ്തു കൊടുക്കുന്ന ആക്ഷേപമുള്ള ഒരു ഭരണകൂട രൂപത്തോടാണോ അതിൻ്റെ പ്രതിപക്ഷത്തോടാണോ യുദ്ധം എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് തനിക്ക് വ്യക്തിപരമായി കിട്ടാത്ത നേട്ടങ്ങളുടെ പേരിൽ പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ്. അത് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കുന്ന ആളുകളെ പോലും എന്ത് ചെയ്ത് കളയും? ആശയക്കുഴപ്പത്തിലാക്കളയും. അപ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയിട്ട് വ്യക്തിപരമായ നേട്ടങ്ങൾ കിട്ടാത്തത് കൊണ്ട്, ചോദിച്ച സീറ്റുകൾ കിട്ടാത്തതുകൊണ്ട്, ചോദിച്ച അക്കോമഡേഷൻ കാട്ടാത്തതുകൊണ്ട് പിണറായിസം എന്ന വാക്കിന് എന്താ പറയുക ഇത് കുറയ്ക്കുകയും സതീശനിസം ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം ഒരു ഫോക്കസ് ഉണ്ടാവുക? ആ പ്രശ്നം ഉണ്ടാവുക. അൻവർ ഏതൊക്കെയോ വഴികളിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്നും പറയുന്ന രാഷ്ട്രീയം ഏതാണെന്നും അതിലേതാണ് ഊന്നൽ, ഏതിനാണ് ക്ലാരിറ്റി എന്ന കാര്യത്തിൽ അദ്ദേഹം വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം RSSനോട് വഴിപ്പെടുന്ന സംവിധാനങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ അത് പറയണം. അതിനുവേണ്ടി അദ്ദേഹം വോട്ട് ചോദിക്കണം. അത് പറയുമ്പോൾ അതിൽ ആരൊക്കെ എവിടെയൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട്.
പിണറായി വിജയൻ്റെ പി ശശിയുടെയും കീഴിൽ വിദ്വേഷ യൂട്യൂബർമാർ, വിദ്വേഷ കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. RSSകാർ ആയിട്ടുള്ള ആളുകളുമായിട്ട് പോലീസുകാർക്ക് ബന്ധമുണ്ടാകുന്നു, പൂരം കലക്കുന്നു എന്ന് പറയുമ്പോൾ അതിനി വേറെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ, അരുന്ന് നിന്ന് കൊടുക്കുന്നുണ്ടോ, ആ പേരും പറയാം. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോകാൻ പാടില്ല. എനിക്ക് വ്യക്തിപരമായി കിട്ടാത്ത അക്കോമഡേഷൻ്റെ പേരിൽ ഞാൻ UDF-നെ കുറ്റം പറഞ്ഞ് നടന്നാൽ ആളുകൾ അദ്ദേഹത്തെ വാല്യൂ ചെയ്യില്ല എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിലെ സാഹചര്യം സങ്കീർണമാണ് എന്ന് തന്നെയാണ്. അൻവർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അൻവറിന് ഇലക്ഷൻ ടാക്ടീസൊക്കെ നന്നായി അറിയാവുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എന്തുമാത്രം മാക്സിമം പണിയെടുക്കും, അതെവിടെയൊക്കെ വോട്ട് കുത്തി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വിജയം. രണ്ടുപേർക്കും പ്രതീക്ഷിക്കാം. LDF-നെയും UDF-നെയും സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു സവിശേഷത.